ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എത്രയാണോ വിഡ്ത്ത് ആവശ്യമുള്ളത് നോക്കുക. നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ -1 ഇഞ്ച് കുറച്ചിട്ടും ബാക്ക് ആണെങ്കിൽ നമ്മൾ +1 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ ശേഷം തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിട്ടുള്ളത് 14 അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ 16 ഇഞ്ചും നമ്മൾ ഈ തുണി കട്ട് ചെയ്തെടുക്കുന്നത്. തുണിയെന്ന് സങ്കല്പിക്കുക, തുണി 2ആയിട്ട് മടക്കിയിട്ടതാന്നൊക്കെ നിങ്ങൾ കരുതുക. നമ്മൾ പേപ്പറിലാണ് ഡീറ്റെയിൽ ആയിട്ട് വരക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പേപ്പറിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ 2.25 നെക്ക് വിഡ്ത്തും 5.5 നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് തുണിയിൽ കാണിക്കുകയാണെങ്കിൽ ഇത്ര തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റൂല. ഇനി നമ്മൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലൗസിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഇത് കട്ട് ചെയ്ത പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് എഴുതി വെച്ചതാണ്. നെക്കിൻ്റെ മെഷർമെൻറ്റുകളും അതേപോലെ തന്നെ ഷോൾഡർ, ആം ഹോള്, നമ്മളെ ബ്ലൗസിൻ്റെ മുഴുവനായിട്ടുള്ള മെഷർമെൻറ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ എഴുതി വെച്ചതാണ്. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് കാണേണ്ടതെങ്കിലുള്ളൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക. നെക്ക് ലെങ്ത്ത് 5.25 5.25 ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും ഉണ്ടാവുക. നെക്ക് വിഡ്ത്ത് 2.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ നമ്മൾ 6.5 മാർക്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ 6.5 കിട്ടിയെന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടി മാർക്ക് ചെയ്യാം. ഇനി ഷോൾഡർ 6.5 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഗാൾ കാണാൻ വളരെ എളുപ്പമായിരിക്കും. ഈ 6.5-ൽ നിന്ന് നമുക്ക് ഒരു -1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തും നമ്മുടെ റിഗാളിൻ്റെ ഭാഗം കാണണം. 2 സൈഡിൽ നമ്മൾ റിഗാളിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്തണം. എന്നിട്ട് വേണം നമ്മളൊരു ബോക്സ് രൂപത്തിൽ ഇത് ഇതേ രീതിയിലാക്കണം. എങ്കിലുള്ള നമ്മുടെ ചെസ്റ്റ് കാണാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമാവുക. ഇനി നമുക്ക് ഇവിടെ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് ചെരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരക്കണം. ഇത് ഷോൾഡർ ചെരിവുള്ളവർക്ക് മാത്രം, ഇല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി 1, 2 എന്നൊക്കെ നമ്പർ ഇട്ട് കൊടുക്കുകയാണ്. ലെങ്ത്തിന് 1 കൊടുത്ത് വിഡ്ത്തിന് 2 നമ്പർ കൊടുത്ത്. ഇനി നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണ് തുണി കാണേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. കട്ട് ചെയ്ത് മടക്കി ഇടുമ്പോൾ നമുക്ക് വരുന്ന അളവാണ് നമ്മൾ പറയുന്നത്. ചെസ്റ്റിനെ 4 കൊണ്ട് ഹരിച്ച് അപ്പോൾ 10 കിട്ടി. അതിൻ്റെ കൂടെ +1 കൂട്ടി 11 അതിൻ്റെ കൂടെ +4 പിന്നെ +1.25 തയ്യത്തുമ്പ്, ഇങ്ങനെ 12 നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് ബാക്കിൻ്റെ മെഷർമെൻ്റാണ് നമ്മൾ പറയുന്നത്. തുണിയുടെ കണക്കിലിട്ട ആ മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിന് എടുക്കുന്നത്. അത് ബിഗിനേഴ്സായ ആളുകളായതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിന് ചെസ്റ്റ് കാണുന്ന അളവാണ് എടുക്കുക, ബാക്കിൻ്റെ ചെസ്റ്റ് കാണുന്ന അളവ് എടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കുക. നെക്ക് വിഡ്ത്തിന് നമ്മൾ 3 എന്നിട്ട് കൊടുക്കുക, നെക്ക് ലെങ്ത്തിന് 4, ഷോൾഡറിന് 5 എന്നിട്ട് കൊടുക്കുക. അതേപോലെ റിഗാൾ കാണാൻ 6 എന്നിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ചെരിവിന് 7 എന്നിട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ നമ്പറിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ കൂടെ വരച്ച് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോവില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ള മെഷർമെൻ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ 8-ാം നമ്പർ എഴുതി കൊടുത്തതിന് ശേഷം 1 എന്നിട്ട് കൊടുക്കുക. നമ്മളെ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നേരെ ഈ കോർണറിൻ്റെ മുകളിലേക്കാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്തിട്ട് 8-ാം നമ്പർ ഇട്ട് കൊടുത്ത്. ഇനി നമ്മൾ 9-ാം നമ്പറായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ചെസ്റ്റ് എത്രയും നോക്കുക. ചെസ്റ്റ് നമുക്ക് 40 വന്നിട്ടുള്ളത്. ഈ 40-ന് നമ്മൾ 4 കൊണ്ട് ഹരിക്കുക, അപ്പോൾ നമുക്ക് 10 കിട്ടും. ഈ 10 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് -1, അപ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. ഈ 9 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ +4 കൂട്ടണം, അപ്പോൾ 9.25 കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ +1.25 കൂട്ടുക, അപ്പോൾ 9-ഉം 4-ഉം 1.25, അപ്പോൾ 10, അപ്പോൾ 10.5 കിട്ടും നമുക്ക് ടോട്ടൽ. 10 - 1 9 +4 +1.25, അപ്പം നമുക്ക് 10.5 കിട്ടും. ഈ 10.5-ലാണ് ശരിക്കും നമ്മൾ തുണി മടക്കിയിട്ടുള്ള അളവാണ് നമ്മൾ പറയുന്നത് 10.5 വരണമെന്ന്.
അപ്പോൾ തുണി മടക്കിയിടുന്ന വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ തുണി മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്യുന്ന അളവാണ് പറയുന്നത്. 9 + 1/4 + 1/4 ഇങ്ങനെ തന്നെ എഴുതി വെക്കുക. ഈ +1/4 എല്ലാവർക്കും കൂട്ടുന്നതാണ്. പിന്നെ നമ്മൾ -1 ചെയ്തിട്ടാണല്ലോ 9 മാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെയാണ് നമ്മൾ +1/4 + 1/4 തയ്യൽ തുമ്പാണ് അതുകൂടി മാർക്ക് ചെയ്ത് ആ ഭാഗത്ത് നമ്മൾ 9 മാർക്ക് ചെയ്ത്. ഇനി നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ബാക്കായി മാറും. അപ്പോൾ നമ്മൾ ഈ തുണിയിൽ ബാക്കല്ല കാണിക്കുന്നത്, ഫ്രണ്ടാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുന്നിട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, കോർണറിലോട്ട് 8-ാം നമ്പറായിട്ട് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ ഭാഗത്തിൻ്റെ ഭാഗത്ത് ആ 1 ഇഞ്ചിൻ്റെ നേരായിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇതേപോലെയാണ് നമ്മളെ ബ്ലൗസിന് നമ്മൾ ഈ രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഈ കൈക്കുഴിൻ്റെ ഭാഗത്ത് ചുരുളൽ വരില്ല. നമ്മൾ കുറച്ചുകൂടി സെൻട്രലായിട്ട് മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ കൈക്കുഴിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പൊള്ളച്ച് നിൽക്കും. നമുക്ക് ഈ കക്ഷത്തിൻ്റെ ഭാഗത്ത് പൊള്ളച്ച് നിൽക്കാതിരിക്കാനാണ് നമ്മൾ ബ്ലൗസിന് ഈ രീതിയിൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ 10-ാം നമ്പർ കൊടുക്കുക. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിന് നേരക്കാണ് നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് ഉള്ളിലോട്ടാക്കിയത്. ഇനി നമ്മൾ ഇതേപോലെ 11-ാം നമ്പറായിട്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്കാണ് ബെസ്റ്റ് പോയിന്റ് കാണേണ്ടത്. അതിന് മുന്നേ നമ്മൾ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രൈറ്റ് ലൈന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 9.5 മാർക്കിങ് കൊടുക്കുക. നമ്മൾ ബെസ്റ്റ് പോയിന്റ് നമുക്ക് 9.5 വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് പോകും. അതുകൊണ്ട് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം. 9.5 + 1/2. അപ്പോൾ നമ്മൾ 10-ന് മാർക്ക് ചെയ്തത്. ആ 9.5 നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തപ്പോൾ അവിടെ 11 മാർക്ക് ചെയ്ത് ഇനി ഷോൾഡറിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് പോയിന്റിലേക്ക് ഒരു മാർക്കിങ് കൊടുക്കുക. അവിടെ 9.5 മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ 12-ാമത്തെ നമ്പർ ഇട്ട് കൊടുക്കുക. 9.5-ൽ നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മൾ 10 ഇഞ്ചിനാണ് മാർക്കിങ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ 13 മാർക്കിങ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ ബിഗിനേഴ്സായ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമ്മൾ ഈ 9.5-ൻ്റെ കൂടെ + 1/2 ഇഞ്ച് കൂട്ടിയല്ലോ, അതിൽ നിന്ന് താഴോട്ടേക്ക് അണ്ടർ ബെസ്റ്റ് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അണ്ടർ ബെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ അണ്ടർ ബെസ്റ്റ് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ 14 മാർക്കിങ് കൊടുത്ത് എന്നിട്ട് 3 ഇഞ്ചെന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെക്കാം. ഇനി 2 സൈഡൊക്കെ നമ്മൾ 1/4 വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. അതെന്തിനാ ചോദിച്ചാൽ നമുക്ക് 1/4 നമ്മൾ ബ്രസ്റ്റിന് ഓരോരുത്തർക്കും ഓരോ അളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് കൂടിനനുസരിച്ച് നമ്മൾ 1/4 1.5 2 ഇങ്ങനെ 1/4 ഈ രീതിയിൽ മാർക്ക് ചെയ്യണം. കൂടുതലൊന്നും വരും, 2-ൽ കൂടുതലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള 1/4. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തപ്പോൾ 1.5 ഒരു സൈഡ് കഴിയപ്പോൾ ജസ്റ്റ് ഒന്ന് തിരുത്തിയിട്ട് നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ 2 സൈഡൊക്കെ 1/4 വീതം. അവിടെ നമ്മൾ ഇതേപോലെ 1/4 ചെയ്താൽ 15-ാമത്തെ നമ്പർ കൊടുക്കുക. അപ്പോൾ നമുക്ക് 15 മെഷർമെൻറ്റ് ഇപ്പോൾ ഇതിൽ കിട്ടി. ഇനി നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ അണ്ടർ ബെസ്റ്റ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് 13 മാർക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ സൈഡിലും 13 മാർക്ക് ചെയ്യണം. ഈ 13 മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം സിമ്പിളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 13 മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ 16 നമ്പർ കൊടുത്ത് അതിൻ്റെ ഭാഗത്ത് ഹുക്ക് വെക്കുന്ന ഭാഗത്ത് നമ്മൾ 1/4 മാർക്ക് ചെയ്ത് ഹുക്ക് വെക്കാത്ത ഈ ഭാഗത്ത് 13-ൽ നിന്ന് മുകളിലോട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ മെയിൻ ടെക്കിലോട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ 1 ഇഞ്ചിലോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ 1/4 ഇഞ്ചിലോട്ടും നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ, മെയിൻ ടെക്ക് കണ്ടു, മെയിൻ ടെക്കിൽ നിന്ന് അണ്ടർ ബെസ്റ്റ് പോയിന്റ് കണ്ടു, 2 സൈഡിലേക്ക് 1/4 വീതം ഇട്ടു. എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് അണ്ടർ ബെസ്റ്റിലേക്കുള്ള അളവെടുത്തു, 13 കിട്ടി. ഈ 13-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത്, ഈ 13 കിട്ടിയിട്ട് നമ്മൾ ഇതേപോലെ 16-ാം നമ്പറായിട്ട് 13 കൊടുത്തതിന് ശേഷം ഈ ഭാഗത്ത് നമ്മൾ 1/4 കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ നമ്മൾ 1 ഇഞ്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു. ഇപ്പം നമ്മളുടെ ബെൽറ്റിൻ്റെ ഭാഗത്ത് റെഡിയായി. ഇനി നമുക്ക് ഈ ഭാഗത്താണ്
ഇത് ടെക്ക് കാണാനുള്ളത്. മെയിൻ ടെക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ടെക്ക് കാണാൻ എളുപ്പമാണ്. നമ്മളിതിൽ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ 19 മാർക്ക് ചെയ്യണത്. അപ്പം നമ്മൾ 17ഉം 18ഉം രണ്ട് സൈഡും നമ്മൾ 1/4 ഒന്നും കൊടുത്തില്ല. അവിടെ നമ്മൾ 17, 18 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ 19 മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ ഈ 1/4 ഇഞ്ച് ഇവിടെ ഹുക്ക് വെക്കാനുള്ള ഭാഗത്ത് നമ്മൾ 20 മാർക്കിങ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഈ മെയിൻ ടെക്കിൽ നിന്ന് ഈ ഭാഗത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റിന്റെ അളവ് നമ്മൾ 2.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.25 ഇങ്ങോട്ട് മാർക്ക് ചെയ്ത്, അതേപോലെ തന്നെ ഇതിന്റെ 2ന്റെ ഇടയിലുള്ള ഗ്യാപ്പ് 2 ഇഞ്ചാണ് വരിക. 2 പോയിന്റിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്. ഇനി അതേപോലെ തന്നെ നമ്മൾ 3 ഇഞ്ചുള്ള ടെക്കാണെങ്കിൽ നമ്മൾ 2 ഇഞ്ച് ഇങ്ങനെ കറക്റ്റാക്കി മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. 4 ഇഞ്ചാണെങ്കിൽ നമ്മൾ ഇതേപോലെ 1.25 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടേക്ക് ഒരു 1.25 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായ? അപ്പോൾ നമ്മൾ 21, 22, 23 ഇങ്ങനെ ഓരോ ടെക്കിനും നമ്മൾ ഓരോ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇതേപോലെ റിഗാളിൻ്റെ ഭാഗത്തേക്ക് ഒരു ടെക്ക് കൊടുത്ത്, അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കുള്ള ടെക്ക് 22ാം നമ്പർ കൊടുത്ത്, അങ്ങനെ നമ്മൾ 4 ടെക്ക് ബ്ലൗസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മെഷർമെൻറ്റും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നമ്മളുടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് വീതി കുറവാകും. 1 ഇഞ്ച് കുറച്ചതുകൊണ്ട് വീതി കുറവാകും. അടിഭാഗത്ത് നമുക്ക് വീതി കൂടുതലാവും. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്കും മാർക്ക് ചെയ്തെടുക്കാം. ഇന്നലെ കുറേ ആൾക്കാർ വീഡിയോ ഇട്ടപ്പോൾ കമന്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു എന്താണ് ബാക്ക് ഭാഗം കാണിക്കാത്തത്, ബാക്കിന്റെ ഡീറ്റെയിൽ കാണിക്കാത്തത്. വീഡിയോ ലെങ്ത് ആവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കാണിക്കാതിരുന്നത്. അളവുകൾ മാത്രമേ എഴുതി പോയത്. ഇനി നമ്മൾ ബാക്കിന്റെ മെഷർമെന്റ് ആണ് കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ തുണി എടുക്കുമ്പോൾ ചെസ്റ്റ് കാണണം. ചെസ്റ്റിനെ 40 കൊണ്ട് 40 ചെസ്റ്റ്, അതിനെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 10 കിട്ടും. അതിന്റെ കൂടെ നമ്മൾ പ്ലസ് 1 ഇഞ്ച് കൂട്ടുക. അപ്പം നമുക്ക് 11 കിട്ടും. ആ 11 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ പ്ലസ് 1/4 പ്ലസ് 1.25 കൂട്ടുക. ഈ 1.25 നിങ്ങൾ ഇഷ്ടമാണ്, 1.5, 2 നിങ്ങൾക്ക് കൂട്ടാം. പക്ഷെ നമ്മൾ 1.25 കൂട്ടുന്നുള്ളൂ. ബ്ലൗസ് ആയതുകൊണ്ട് കൂടുതൽ തുണി നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതേപോലെ 12 കിട്ടും. നമുക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. 40നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 10 കിട്ടുക. അതിന്റെ കൂടെ പ്ലസ് 1 കൂട്ടിയപ്പോൾ 11 അതിന്റെ കൂടെ പ്ലസ് 4 കൂട്ടിയപ്പോൾ 11.25 അതിന്റെ കൂടെ പ്ലസ് 1.25 കൂട്ടിയപ്പോൾ നമുക്ക് 12 ഈ 12 നമ്മൾ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇത് തുണി 2 മടക്കിയിട്ടതാണെന്ന് സങ്കല്പിക്കാം. എന്നിട്ട് ഇതേപോലെ നെക്ക് വിടുത്ത് 2.25 നെക്ക് ലെങ്ത് 3 നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകളും ചോദിച്ചിരുന്ന് ഇന്നലെ കമന്റ് ബോക്സിൽ എന്താണ് ബാക്ക് സൈഡത്തെ അളവൊന്നും കണ്ടില്ലല്ലോ, അതെന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ 22 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അത് കൂടുതലായി പോവും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ കാണിക്കാതിരുന്നത്. എന്നാലും ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷോൾഡർ എങ്ങനെ കാണാമെന്നൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഓരോ മെഷർമെന്റ് കാണുന്ന രീതികളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാം. അപ്പം നമുക്ക് ഷോൾഡർ 6.5 വന്നിട്ടുള്ളത്. അതേപോലെ നെക്ക് വിടുത്ത് നമുക്ക് വന്നിട്ട് 2.25 നെക്ക് ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ളത് 3.5 ഇഞ്ചാണ്. അപ്പം അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഷോൾഡർ നമുക്ക് 6.5 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 14 ആയിരുന്നു. അത് 14നെ നമ്മൾ അതിൽ നിന്ന് -1 ഇഞ്ച് കുറച്ചിട്ട് അതിന് 13നെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചതാണ് 6.5. അതിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് 6 ഇഞ്ച് റിഗാള് കിട്ടിയിട്ടുള്ളത്. റിഗാൾ എന്ന് പറഞ്ഞ ആം ഹോളാണ്. ഈ ആം ഹോള് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ബ്ലൗസിന് മാർക്ക് ചെയ്യുക. പക്ഷെ ചുരിദാർ ആണെങ്കിൽ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. അത്ര തന്നെ ഷേപ്പിൽ നമ്മൾ ചുരിദാർ ഇടൂലല്ലോ. അതുകൊണ്ട് നമുക്ക് ചുരിദാറിനാണെങ്കിൽ ഷോൾഡർ തന്നെ നമുക്ക് ആം ഹോളാക്കി എടുക്കാം. ഇത് നമ്മളിപ്പോൾ ബ്ലൗസിന്റെ മെഷർമെന്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. 1/4 ഇഞ്ച് ഇതേപോലെ ഷോൾഡർ ചെരിവ് കൊടുക്കുക. ഇത് എന്റെ മെഷർമെന്റ് ആയതുകൊണ്ടാണ്, എനിക്ക് ഷോൾഡറിന് ചെരിവുള്ളതായത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഇനി നമ്മൾ 4ാം നമ്പറായിട്ട് നമ്മൾ റിഗാള് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ 5ാം നമ്പർ ആയിട്ട് അവിടെ തന്നെ
റിഗാളൊന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതി കൊടുത്തുന്നുള്ളൂ. നമ്മൾ അതേപോലെ തന്നെ ഇറക്കം വന്നിട്ടുള്ളത് 14ആണ്. അതിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ച് കൂട്ടിയിട്ട് 16ലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് ഓരോന്നിനും നമ്മളിങ്ങനെ ഓരോ നമ്പറുകൾ കൊടുത്താലുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നെക്ക് വിടുത്ത് 1, നെക്ക് ലെങ്ത്ത് 2, ഷോൾഡർ 3, റിഗാള് 4 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. റിഗാളിൻ്റെ മറ്റേ സൈഡിൽ 5 കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇറക്ക 6 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുതി വെച്ചിട്ട് ചെസ്റ്റ് എങ്ങനെ കാണാമെന്നുള്ളത് നമ്മൾ ചെസ്റ്റിൻ്റെ ബാക്ക് സൈഡത്തെ അളവാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് മുകളിലോട്ടാക്കുക. ഈ 1 ഇഞ്ച് എന്തിനാ മുകളിലോട്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആം ഹോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് കോർണറിൽ നിന്ന് മുകളിലോട്ടാക്കിയത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് ഒന്ന് നമ്മൾ 12.5 മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് 40നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 10 ആക്കിയിട്ട് അതിൻ്റെ കൂടെ +1 +4 +1.25 കൂട്ടിയിട്ടാണ് നമ്മൾ 12.5 മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ 1 ഇഞ്ച് മുകൾക്ക് മാർക്ക് ചെയ്തല്ല ആ ഭാഗത്ത് കൂടെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ബാക്ക് സൈഡത്തെ മെഷർമെൻറ്റ് വരുന്നത്. നമ്മളെ ഫ്രണ്ട് ഒന്നും കൂടി നോക്കുക. ഫ്രണ്ട് ഈ രീതിയിലാണ് വരിക, ബാക്ക് ഈ റോസ് പേപ്പറത്തെ രീതിയിലാണ് വരിക. നമ്മൾ വൈറ്റ് പേപ്പറിലാണ് ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ട് നോക്കുക. ഈ 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ടും ബാക്ക് സൈഡാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഷേപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ 14 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പം നമ്മൾ 14 ഉള്ളത് ഇവിടെ നമുക്ക് കട്ടിങ് ലൈനും സ്റ്റിച്ചിങ് ലൈനും പോകും. അതുകൊണ്ട് നമ്മൾ അത് കണക്കാക്കിയിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ നമുക്ക് 14 മാർക്കിങ് കൊടുക്കുക. ബാക്കി നമുക്ക് മടക്കി അടിക്കാനായിട്ട് ആവശ്യമായിട്ട് വരും. ഇനി ബാക്ക് സൈഡിൽ നമ്മൾ ഷേപ്പ് വരണമെങ്കിൽ നമ്മൾ ചെസ്റ്റ് ഭാഗത്ത് നമ്മൾ കൂട്ടിയിട്ട് എടുക്കും. നമ്മളെ വേസ്റ്റ് റൗണ്ട് എടുക്കുന്ന ഭാഗത്ത് നമ്മൾ 36ആണ് നമുക്ക് വരിക. അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. 36നെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9 കിട്ടും. അതിൽ നിന്ന് -1 ഇഞ്ച് കുറക്കുക. അപ്പോൾ നമുക്ക് 8 കിട്ടും. 8ൻ്റെ കൂടെ +4 +1.25 കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 12ൽ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്താൽ നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഈ രീതിയിലാവും നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് വരിക. അപ്പം നമ്മൾ ബാക്ക് സൈഡിൽ നമുക്ക് 1 ഇഞ്ച് കൂടും. അതേപോലെ തന്നെ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കാം. അതേ ബാക്ക് സൈഡിൻ്റെ തുണി തന്നെ നമ്മൾ താഴ്വശത്ത് 1 ഇഞ്ച് കുറച്ചെടുക്കും. അതേപോലെ തന്നെ ഫ്രണ്ട് വശത്ത് നമ്മൾ 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് എടുക്കുക. 4 കണ്ടിട്ട് മൈനസ് ചെയ്തെടുക്കും. നമ്മൾ അടിവശത്ത് നമ്മൾ ഷേപ്പ് ചെയ്യാതെ ഇങ്ങനെയാണ് വരച്ചെടുക്കുക. അത് നമ്മൾ ഇവിടെ ഈ ടെക്ക് ഇതൊക്കെ വിട്ടിട്ട് ശേഷമാണ് നമ്മൾ ഇവിടെ ഈ ടെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തയ്ക്കുന്നതിന് നമ്മൾ ബ്ലൗസിന് നല്ല ഷേപ്പും കിട്ടും, നല്ല വൃത്തിയിൽ കിട്ടും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അതേപോലെ തന്നെ കുറേ ആളുകൾ ഇന്നലെ സംശയം ചോദിച്ചിരുന്നത് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ ഒന്ന് ചെയ്യുന്നൊരു വീഡിയോ കാണിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.